ഹായ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കനാണ് വെക്കുന്നത്. ചിക്കൻ എളുപ്പത്തിലൊരു ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂട്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത് ഈ കുക്കർ നമ്മൾ ഈ അടുപ്പത്ത് ചിക്കൻ വെച്ച് വെക്കുന്നതോട് കൂടി നമ്മൾ ഈ അടുപ്പിൽ ചീഞ്ചട്ടി വെച്ച് അതിൻ്റെ മസാലകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ വേഗം കേട്ടോ ചിക്കൻ കറി. അപ്പോൾ നമുക്കിതിൽ ഓയിൽ ഒഴിക്കാം. ഓയിൽ വെച്ചിട്ട് നമ്മുടെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത സബോള അതിലേക്ക് ഇതിങ്ങനെ സബോള ഇങ്ങനെ വഴറ്റി വരുന്നോട് ഇത് ഈ സബോള വഴറ്റുന്നതോട് കൂടി ചിക്കനും ഇതിൽ വിസിൽ എടുക്കാം. ഇതിലെ നമുക്ക് 2 പച്ചമുളക് പിന്നെ ഇതിൽ വേണ്ട തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കണ്ട തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കണ്ട ഇത് നമുക്ക് മിക്സിയിൽ അടിച്ച് എടുക്കാം. ഈ അടുപ്പ് നല്ലോണം ചെറിയ തീ വരുന്നത് അതാണ് നല്ല നമുക്ക് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഇത് അടിച്ചെടുക്കാം മിക്സിയിൽ. ഒരുപാട് പേരിനോട് കൂടി നമുക്ക് ഇതിനുണ്ട കണ്ട ഒന്നും രണ്ടൊക്കെ പൊന്നോ പൊന്നൂനെ കാണിക്കുന്ന പറയുന്നത് പൊന്നേ പൊന്നു കായ് പറഞ്ഞു പൊന്നാ കണ്ട പൊന്നുനെ പൊന്നുനെ കണ്ടാ പൊന്നുൻ്റെ പൊന്നോട്ട് നല്ല പോയില്ല പൊന്നോ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. പൊന്നു എന്താ പോകാത്ത പഠിക്കണം. പൊന്നിനോട് സ്കൂളിൽ ചെട്ടി കാരണം പൊന്നിന് പോകാൻ പറ്റിയില്ല. പൊന്നു പറ്റിയില്ല. പൊന്നു സ്കൂളിൽ പഠിക്കണ്ടല്ലേ? പിന്നെ പൊന്നിന്റെ അധികം നാളേക്കും നല്ല പോയിട്ടുണ്ട്. കുറച്ച് നാളേക്കില്ല പോയിട്ടുണ്ട്. കുറച്ച് നാളേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ വാടി വരുമ്പോഴേ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടി അടിച്ചിട്ടുള്ള മസാല ഇല്ലേ അതിനു മുന്നേ നമുക്ക് ഇതിലേക്ക് വേണ്ട മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത് ഇടണം. പിന്നെ മസാലപ്പൊടി ഇത് ഈ പൊടി ഞാൻ മസാല അങ്ങനെ വെച്ചിട്ട് ഞാൻ പൊടിച്ച് വെക്കുന്ന പൊടിയാണ്. പിന്നെ ഇതൊരു പൊടി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജീരകം കുരുമുളകും കൂടി നമ്മൾ ഒന്ന് ചൂടാക്കി പൊടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഈ മസാലയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കൂടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വാടിയിലേ വന്നുകൊണ്ടിരിക്കണ്ട. അല്ലാണ്ട് ഇങ്ങനെ അതാവണ്ടോ, അല്ലാണ്ട് ചോക്കൊന്നും വേണ്ട കേട്ടോ. അതെ ഇങ്ങനെ മതി. ഇത് പെട്ടെന്ന് വാടണം. ഞാൻ അതിൽ ഉപ്പും പൊടി കഴിഞ്ഞ വേഗം വാടും. പക്ഷെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഉപ്പ് കൂടുന്നൊരു പേടി. ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടല്ല നമ്മൾ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആയതിന് ശേഷം കൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികൾ ഇടാം. മഞ്ഞപ്പൊടി ഇതിലിട്ടുണ്ട്. പക്ഷെ തരിയിട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഇതിലിട്ട് ഒന്നോടെ വെച്ചോ. അമ്മ കഴിക്കാം. പൊന്നൂനെ അടുത്തതിൽ പണിയോടൊക്കെ എടുക്കാൻ നല്ല ഇഷ്ടമുണ്ടേ. അമ്മ അങ്ങനെ സഹായിക്കും ഭയങ്കര ഇഷ്ടം. പൊന്നൂന് പൊന്നൊപ്പം നിൽക്കും. ഞാൻ ഡെയിലി ചെയ്യുമ്പോഴേക്കും പൊന്നൊപ്പം വരും. ഇനി നമുക്ക് ഈ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അടിച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഇടാം.
ഇതിൽ ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ആക്കി ഇവിടെ വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇട്ടാൽ മതിയില്ല. ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇട്ട നമുക്ക് ഇടാന്ന് വെച്ചോ. സ്കൂളിൽ പഠിക്കാണ്ട് എഴുതാണ്ട് കുറച്ചും കൂടി ഇടാൻ. അപ്പൊ ഞാൻ നാളെ സ്കൂളിൽ കൊണ്ടുവരുന്ന ഞായറാഴ്ചയല്ലേ, സ്കൂളിൽ കൊണ്ടുവന്നു. അപ്പൊ ഇതിങ്ങനെ നമുക്ക് പഠിച്ചിടാം. ഇവിടെ കഴിയണ്ടല്ലോ. നമ്മൾ കഴിക്കണേ അതൊന്ന് പാടി 2 പാടി കേൾക്കാതെ. അപ്പൊ നമുക്ക് മസാലപ്പൊടി ഇടാം. ഞാനിങ്ങനെ ഇടാറില്ല. ഇങ്ങനെ സ്പൂൺ കണക്കൊന്നും അറിയില്ല. വേണ്ട ഒരു കണക്കില്ല. കണക്കില്ല. ഞാൻ മസാല ഇട്ടു. ജീരകം കുരുമുളകും കൂടി പൊടിച്ച് ഇടണത്. നമുക്ക് കുറച്ചിടാം. നമുക്ക് ഇതിൽ വിസിൽ വന്നിട്ട് ഇരിക്കുന്നില്ല. തുറക്കാം. ഒരു മസാലയുടെ പച്ചമണമൊക്കെ പോയി ഇപ്പൊ നല്ല മണയില്ല. നമുക്ക് ചിക്കൻ ഇടാം. ഇതിൽ വെള്ളമുണ്ട്. വെള്ളം ഓൾറെഡി വെള്ളമുണ്ട്. പക്ഷെ ഈ വെള്ളം വേണ്ട. പിന്നെ ഈ വെള്ളം മതി. നമുക്ക് ചിക്കനിൽ വെള്ളം ഒന്നും വെക്കാണ്ട് വെക്കണം. കുക്കറിൽ എന്നിട്ട് ചിക്കനിൽ വെള്ളം ഇല്ല. അതിങ്ങനെ അറിയുമല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ കൂട്ടാത്. പെട്ടെന്ന് തന്നെ ഒരു നമ്മുടെ കുക്കറിൽ വെച്ച് വെട്ടിനോട് കൂടി നമ്മൾ മസാല ഇതിലേക്ക് വാട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാവില്ല. ഒരു വിസിലേ ഉണ്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ കറി കഴിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു മല്ലിയിലും വേപ്പിലൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാട്ടാ. മല്ലിയിലും വെച്ചിട്ട് ഞാൻ കഴുകി അരി വെച്ചിട്ടുള്ള കൂടെ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആക്കാം. അപ്പോൾ കടപടയുന്ന ഒരു ചിക്കൻ കറി ആക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞങ്ങൾക്ക് ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നോ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റും ലൈക്കും ഒക്കെ തന്നോളൂ.